ഈ ആദ്യ യാത്രയൊക്കെ ആരംഭിച്ചു എന്തിൻ്റെയാ നവകേരള ബസ്സിന്റെ. പക്ഷെ വാതിൽ കേടായിപ്പോയി. യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസ്സിന്റെ വാതിൽ തനിയെ തുറന്നു. ബസ്സിന്റെ വാതിൽ താൽക്കാലികമായി കെട്ടിവെച്ചാണ് യാത്ര തുടരുന്നത്. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ. മോത്തി, ഗുഡ് മോർണിംഗ്. ഇതിൽ നവകേരള ബസ് പുതിയ റോഡിലേക്ക് വന്നിട്ടുള്ള കന്നി സർവീസാണ്. ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെട്ടിട്ടില്ല, യാത്ര മുന്നോട്ട് തന്നെയാണ്. പക്ഷേ കല്ലുകടിയായി വാതിലിൻ്റെ തകരാർ വന്നിരിക്കുന്നു. ഇത് കോഴിക്കോട് ടെർമിനലിൽ നിന്ന് യാത്ര തുടങ്ങി അധിക ദൂരമൊന്നും പോയില്ല, അപ്പോൾ തന്നെ ബസ്സിൻ്റെ മുന്നിലത്തെ വാതിൽ കേടായി എന്നതാണ്. ഇത് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോറാണ്, ഓട്ടോമാറ്റിക്കാണ്. ഡ്രൈവർ ഓപ്പറേറ്റിംഗ് ന്യൂമാറ്റിക് ഡോർ എന്നാണ് പറയുക. കാരണം ഇത് മാനുവലി ഒന്നും ചെയ്യാൻ കഴിയുന്ന ഡോറല്ല. ഏകദേശം ഒരു കുന്നമംഗല ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് മുൻഭാഗത്തെ ഡോർ തനിയെ തുറന്നു പോവുകയാണ് ഉണ്ടായത്. അതിന് ഓട്ടോമാറ്റിക് ഡോറിനത് മാനുവലി അതിലുള്ള ജീവനക്കാർ പരിഹാരം കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലെ ഒരു യാത്രക്കാരൻ്റെ ബാഗ് ഉപയോഗിച്ച് ഈ ഡോറ് കെട്ടിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായി, ഇത് തുറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ബസ്സിലെ ജീവനക്കാരായാലും KSRTC അധികൃതരും പറയുന്നത്. ബസ്സിൻ്റെ പണി, അറ്റകുറ്റപ്പണിയെല്ലാം തന്നെ കോഴിക്കോട് നടക്കാവുള്ള KSRTCയുടെ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നടത്തിയത്. അതിനുശേഷമാണ് ബസ് ഡിപ്പോയിലേക്ക് കൈമാറിയത്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ബസ് കോഴിക്കോട്ടേക്ക് വന്നു. അതിന് മുൻപുള്ള നവകേരള സദസ്സിൻ്റെ സമയങ്ങളിലൊന്നും ഡോറിന് ഈ വിധത്തിലുള്ള തകരാർ ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നുകൂടെ അവർ പറയുകയാണ്. പരിഹരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ബസ് ഏതായാലും യാത്ര തുടർന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ച് കൽപ്പറ്റ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. 4:30 കോഴിക്കോട് ടെർമിനലിൽ നിന്ന് യാത്ര തുടങ്ങിയത്. നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബസ്സിൽ ആകെ 26 സീറ്റുകളാണ്. ബുക്കിംഗ് ആരംഭിച്ച സമയം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സീറ്റിലും യാത്രക്കാരുമായി വളരെ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു. പക്ഷേ പറഞ്ഞതുപോലെ അധികം വൈകാതെ ഡോറ് തുറന്നുപോയി. താൽക്കാലികമായൊരു പരിഹാരം എന്ന വണ്ണം യാത്രക്കാരൻ്റെ ബാഗ് ഉപയോഗിച്ചത് കെട്ടിവെച്ചിട്ടാണുള്ളത്. 11:30 ബംഗളൂരിൽ എത്തുന്ന രീതിയിലാണ് ബസ്സിൻ്റെ സർവീസ് ക്രമീകരണം. എന്തായാലും പരിഹരിക്കുമെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. എന്ത് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം, അത് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല എന്നും അവർ പറയുകയാണ്.